ശ്രീമതി ധന്യാരാമൻ, വേടന്റെ ജനപ്രിയതയിൽ നമുക്ക് സംശയമില്ല, അതിൽ തർക്കവുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു ചില ആളുകൾ വളരെ പ്രിവിലേജ്ഡായി നിൽക്കുന്നു എന്ന വാദവും താങ്കൾ വെച്ചു. പക്ഷേ കഞ്ചാവ് കൈയോടുകൂടി പിടികൂടുകയും പിടികൂടി ഉടൻ തന്നെ കഞ്ചാവ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരു സ്ഥലത്ത് എന്ത് പ്രിവിലേജാണ്, എന്ത് ഇളവാണ് വേടൻ അർഹിക്കുന്നത്? അത് അവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യണം, സ്റ്റേഷനിൽ കൊണ്ടുപോകണം. എത്ര ഗ്രാം കഞ്ചാവാണെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യണം, എത്ര ഗ്രാം കഞ്ചാവാണെന്ന് അളക്കണം. അവനെ 6 ഗ്രാമാണ് ഉള്ളതെങ്കിൽ അവന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം. പക്ഷേ ഇപ്പോഴും പോലീസ് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാവിലെ തൊട്ട് ഈ നിമിഷം വരെ വേടനെ വെച്ച് ഷോ ഓഫ് ആണ്. അവനെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വേടൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ വേടനെ ജയിലിലാക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം അപ്പം അവർ പറഞ്ഞു ഫോറസ്റ്റ് വകുപ്പിനെ ഉപയോഗിച്ച് ഉടനെ പുലിനഖത്തിന് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു പറഞ്ഞു. ഇപ്പം പറയുന്നു അത് ഇന്ത്യൻ പുലിനഖമല്ല, വിദേശത്തുള്ളതാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ലെന്ന് പറയുന്നു. ഉടനെ ആയുധപ്രകാരം അവന് ഗിഫ്റ്റ് കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ആയുധപ്രകാരം കേസെടുക്കുന്നു തൃക്കാക്കര ACP പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ പോലീസുകാർക്ക് തന്നെ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത്രയും കുത്തു കിട്ടി. എത്ര പോലീസുകാർക്ക് കുത്തു കിട്ടി? അതും 28 കേസിലെ പ്രതികളായിട്ടുള്ള കാപ്പ കേസിലെ പ്രതികൾ, ആ പ്രതികൾ തന്നെയാണ് നിരന്തരം പോലീസിനെ സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന ഒരു കൂട്ടായ്മ വഴി സ്ത്രീകൾ ലൈംഗിക ആരോപണങ്ങൾ വേടനെതിരെ ഉന്നയിച്ചൊരു സംഭവം പിന്നീട് മാപ്പ് പറഞ്ഞതും ഒക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ അത്തരം ഒരു കാര്യത്തെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു മനുഷ്യന് ഏറ്റവും നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതും പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് അയാൾ ഒരു മാതൃകയാവുമ്പം നല്ലതായിട്ടിരിക്കണം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അത്തരം ആൾക്കാർ നമുക്ക് കുറവാണ്. എല്ലാ മനുഷ്യനും നേരത്തെ ജോർജ് ജോസഫ് സാറ് പറഞ്ഞില്ല, 2 മുഖമുണ്ട്. നിങ്ങൾ നോക്കൂ, പണ്ട് മുമ്പ് ഈ തിരുവനന്തപുരത്ത് തന്നെ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 15 വർഷം മുമ്പേ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായിട്ട് മയക്കുമരുന്നും കഞ്ചാവൊക്കെ കൊണ്ടുവന്നത് ഒരു IPS ഓഫീസറുടെ മകനാണ്. അന്നുണ്ടായിരുന്ന റിട്ടയർഡ് ആയിപ്പോയ ഒരു IPS ഓഫീസറുടെ മകനാണെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കോളേജിൽ ഒരുപാട് പേര് മയക്കുമരുന്നിന് അടിമയായി അവിടെ തൊട്ടാണ് അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്, മയക്കുമരുന്ന് അഡിക്റ്റ് ആയത്. ഇതൊന്നും കണ്ടുപിടിക്കാനോ ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കഞ്ചാവ് പോലും പിടിക്കാൻ അതിൻ്റെ പുറകു വശം അവിടെ പോയി റെയ്ഡ് എടുക്കാനോ പോലീസിന് സാധിക്കുന്നില്ല. വലിയ ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അതുവരെ ഈ വേടനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കുരുക്കിയും വാർത്തകളിട്ടും ഇങ്ങനെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്തത് എന്തായാലും തെറ്റാണ്, ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇതിന് പിന്നിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ 1985-ലാണ് ഇവിടെ കഞ്ചാവ് നിരോധിച്ചിട്ടുള്ളത്. 85 തൊട്ട് 2025 വരെ ആയിട്ടും ഈ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണ് ഈ കഞ്ചാവും മയക്കുമരുന്ന് ഇവിടെ എത്തുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ഇത്രയും സംവിധാനങ്ങൾ, ലക്ഷങ്ങളും കോടികളും വർഷാവർഷം സാലറി മേടിച്ച് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, റെയ്ഡ് ഇടേണ്ടവർ, ഇവരെ ആരെ കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ ഇനിയും കാലങ്ങളിൽ ഇത്തരം വേടന്മാരുടെ പുറകെ തന്നെ പോകത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രിവിലേജ് അനുഭവിക്കേണ്ടവർ അനുഭവിക്കും. മോഹൻലാൽ ആനപ്പുറത്ത് പോവും, വേടൻ ജയിലിനകത്ത് പോവും.